വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ ഈ ദിവസം ആദ്യം തന്നെ കയറുകയാണ്. ഹൈബ്രിഡ് കഞ്ചാവുമായി കൊച്ചിയിൽ സംവിധായകർ പിടിയിലായി. സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയുമാണ് പിടിയിലായത്. കൊച്ചിയിൽ ഗോശ്രീ പാലത്തിന് സമീപത്തെ ഫ്ളാറ്റിൽ നിന്നാണ് പിടികൂടുന്നത്. ഇവരിൽ നിന്ന് 1.6 ഗ്രാം കഞ്ചാവ് പിടികൂടി. ഫ്ളാറ്റിലെ പരിശോധന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അരുൺ ശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, സിനിമാ മേഖലയിൽ നിന്നുള്ളവർ വീണ്ടും പിടിയിലാവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രമുഖരായവരാണ് പിടിയിലായത്. ഖാലിദ് റഹ്മാൻ ഉൾപ്പെടെയുള്ളവരെയാണ് പിടികൂടിയിരിക്കുന്നത്. എന്താണ് സംഭവം? തീർച്ചയായിട്ടും മലയാള സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗം വ്യാപകമാണെന്നുള്ള ആരോപണത്തിനിടയിലാണ് ഇപ്പോൾ 2 പ്രമുഖ സംവിധായകർ എക്സൈസിന്റെ പിടിയിലായിരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിലാണ് ഈ ഗോശ്രീ പാലത്തിന് സമീപത്തെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗം നടക്കുന്നുവെന്ന വിവരം എക്സൈസിന് ലഭിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് 2 സംവിധായകർ ഉൾപ്പെടെ 3 പേർ പിടിയിലായിരിക്കുന്നത്. ഇവരിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവും എക്സൈസ് പിടികൂടിയിട്ടുണ്ട്. ഈ 2 പേരെന്ന് പറയുന്നത് ഒന്ന് ഖാലിദ് റഹ്മാനും രണ്ടാമത് അഷ്റഫ് ഹംസയുമാണ്. ഖാലിദ് റഹ്മാൻ ഇപ്പോൾ നിറഞ്ഞ സദസ്സിൽ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുടെ സംവിധായകനാണ്. അഷ്റഫ് ഹംസ എന്ന് പറയുന്നത് ഭീമന്റെ വഴി ഉൾപ്പെടെയുള്ള ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകനാണ്. ഇവരോടൊപ്പം മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നു. ഇവർ 3 പേരും കൂടെ ചേർന്ന് ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിക്കാൻ തയ്യാറെടുക്കുന്ന സമയത്താണ് എക്സൈസ് സംഘം ഈ ഫ്ളാറ്റിലേക്ക് കടന്നു ചെല്ലുന്നത്. അവർ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടെ തന്നെ എക്സൈസ് സംഘത്തിന് കൈയോടെ പിടികൂടാൻ പറ്റി. രഹസ്യ വിവരത്തെ തുടർന്നാണ് ഇവർ ആ ഫ്ളാറ്റിലെത്തിയത്. ഈ ഫ്ളാറ്റ് എന്ന് പറയുന്നത് മറ്റൊരു സംവിധായകനും ഛായാഗ്രാഹകനുമായ സമീർ താഹിറിൻ്റെതാണെന്നും എക്സൈസ് സംഘം അറിയിച്ചിട്ടുണ്ട്. സിനിമാക്കാർ ഇവിടെ സ്ഥിരമായി കൂടാറുണ്ടെന്നും ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗം ഈ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് നടത്താറുണ്ടെന്നുമാണ് എക്സൈസ് നൽകുന്ന വിവരം. 1.6 ഗ്രാം കഞ്ചാവാണ് ഇവരിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്. അളവ് കുറവായതിനാൽ ഇവർക്ക് ജാമ്യം അനുവദിക്കുമെന്നും എക്സൈസ് അറിയിച്ചിട്ടുണ്ട്.